ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൻ്റെ രാജവീഥികളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാഗം തിയേറ്ററിൽ വടക്കൻ വീരഗാഥ എത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെ സിനിമ തൃശ്ശൂരിൽ രാഗത്തിൽ വന്നില്ലായിരുന്നു. ഇന്ന് പ്രൈം ടൈം ഷോ ആയിട്ടാണ് വരുന്നത്. 6:15 നിറഞ്ഞു കവിയുകയാണ് ഇന്ന് ആ ഒരു ഷോ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഓറഞ്ച് അലർട്ട് അടിച്ചിരിക്കുന്നു. രാവിലെ തന്നെ ടിക്കറ്റ് ആ റേഞ്ചിലാണ് വിറ്റുപോയിരിക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇറങ്ങുമ്പോൾ അതൊരു ചരിത്രമാവുകയാണ്. ഇതേപോലെ ഒരു സിനിമ കാണാൻ ഇനിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവസാനമായുള്ള ഈ റേഞ്ചിലുള്ള ഒരു ചിത്രം എന്ന് തന്നെ പറയാം. മലയാളത്തിൽ ഏത് ചിത്രം ഇറങ്ങിയാലും ആളുകൾ ഇതിനോടുള്ള ആ ഒരു സമീപനം അല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരേ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ, അത് ചെമ്മീനാണ്. പക്ഷേ ആ ചെമ്മീൻ എന്ന സിനിമ കാണാൻ എത്രത്തോളം പേര് കൊതിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ ഒന്ന് പറയാം. വടക്കൻ വീരഗാഥയാണ് മലയാള സിനിമയുടെ എപ്പിക് മൂവി എന്ന് പറയുന്നത്. ബാക്കി ഏതൊക്കെ താരങ്ങൾ വന്നാലും ഏതൊക്കെ സിനിമകൾ വന്നാലും നമുക്ക് മലയാളികൾക്ക് ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുന്ന ഒറ്റ ചിത്രം അത് വടക്കൻ വീരഗാഥയാണ്. ബാക്കിയെല്ലാം ഫാൻ ബേസിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്നുള്ള ഇഷ്ടം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയ്ക്ക് മാത്രം അങ്ങനെയല്ല. ഈ ഒരു സിനിമ മലയാളികളുടെ വികാരം എന്ന് തന്നെ പറയാം. പലപ്പോഴും ഇതിനകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൻ്റെ ബാഹുബലി. അങ്ങനെയല്ല, ബാഹുബലി പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളത്തിൻ്റെ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന പോലെ ഹിന്ദിയുടെയോ തെലുങ്കിൻ്റെയോ വടക്കൻ വീരഗാഥ എന്നായിരുന്നു അതിനെയൊക്കെ വിളിക്കുന്നത്. കാരണം ഈ സിനിമയൊന്നും അവരിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് ഈ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ വിദേശത്ത് നിന്നും അല്ലെങ്കിൽ അന്യഭാഷകളിൽ നിന്നുള്ള ആളുകളുടെ ആ ഒരു അവർ കണ്ടിട്ട് വളരെ കുറച്ച് പേരാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ടിങ് ആ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി എല്ലാ സംഭവങ്ങളും മാക്സിമം പെർഫെക്ഷനോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് വടക്കൻ വീരഗാഥ. അങ്ങനെ തൃശ്ശൂരിൻ്റെ രാജവീഥികളിൽ ഈ ഒരു സിനിമ എത്തുമ്പോൾ അവിടെ ചുവന്ന കോട്ട തന്നെ തീർക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, റെഡ് അലേർട്ട് തന്നെയാണ് വൈകുന്നേരം 6:15 ഷോയ്ക്ക് ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ഷോ കൂടും എന്നുള്ളത് തന്നെയാണ്. ആദ്യം വെറും 170 ഷോകളോടെ വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങിയ സിനിമ ഇന്ന് 200 മുകളിലുള്ള ഷോകളിലേക്ക് എത്തുന്നു. കേരളത്തിൽ വളരെ കുറച്ച് ഷോകളായിട്ട് തുടങ്ങിയ സിനിമ ഇന്ന് 115 മുകളിലുള്ള ഷോകളിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ മമ്മൂട്ടി റിലീസ് സിനിമകൾക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ്. അതെ, അത്രത്തോളം ഗംഭീരമാണ് ചന്തുവിനെ കാണുമ്പോൾ ഒരു കാര്യം അവർ ഉറപ്പിക്കുകയാണ്, ഇതുവരെ കണ്ട മലയാള ചിത്രമല്ല. പുതിയ തലമുറ പറയുന്നു എന്താണ് അഭിനയം, എന്താണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അത് അവർ കാണുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു ചിത്രം? ഇതുവരെ കണ്ട ബാഹുബലി പോലെയുള്ള ചിത്രങ്ങൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിലൂടെ കണ്ട് കൈയടിച്ച മലയാളികൾ പറയുകയാണ്, 36 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി ഈ രീതിയിൽ വളരുന്നതിന് മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന സിനിമ, ആ സിനിമയെ കവർ ചെയ്യാൻ ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമയും വന്നിട്ടില്ല എന്നുള്ളത്. സംശയമുണ്ടെങ്കിൽ, അങ്ങനെ എതിർവാദവുമായി വരുന്നവരുണ്ടെങ്കിൽ കമൻസിലൂടെ വരിക. നമുക്ക് അവിടെ ഒരു വാഗ്വാദത്തിലേക്ക് ഏർപ്പെട്ട് നമുക്ക് സന്തോഷകരമായി അതിന് സംസാരിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ഒരു വടക്കൻ വീരഗാഥ ചരിത്രമാവുകയാണ്. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച ഒരു ചിത്രം എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. കാത്തിരിക്കാം. അങ്ങനെ തൃശ്ശൂരിലുള്ള ആരൊക്കെയാണ് നിങ്ങളുള്ളത്, ആരൊക്കെയാണ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്, ടിക്കറ്റ് കിട്ടാത്തവർ, ഇതെല്ലാം കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേ മീഡിയാസ്.